ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ക്രിക്കറ്റ് ലീഗ് KCLൻ്റെ ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കളികൾ നടക്കുന്നത്. 6 ടീമുകളാണുള്ളത്. ലാലേട്ടനാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അത് ഇനോഗ്രൽ ഫംഗ്ഷൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് മാച്ച് ട്രിവാൻഡ്രം റോയൽസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിലാണ് നടന്നത്. നല്ല കളിയായിരുന്നു. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ നിയമപ്രകാരമാണ് ട്രിവാൻഡ്രം റോയൽസ് വിജയിച്ചത്. 6 ടീംസ് ഇതൊക്കെയാണ്: കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്, ആലപ്പി റിപ്പിൾസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ട്രിവാൻഡ്രം റോയൽസ്, തൃശ്ശൂർ ടൈറ്റൻസ്. ഇങ്ങനെയാണ് 6 ടീമുകൾ ഉള്ളത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇനോഗ്രൽ ഫംഗ്ഷൻ. അതിനായിട്ടുള്ള ഡാൻസും പിന്നെ നമ്മുടെ കേരള ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഉണ്ടല്ലോ, അതായത് അതും പിന്നെ കളരിപ്പയറ്റ്, തെയ്യം എന്നിവയൊക്കെ വെച്ചിട്ടുള്ളൊരു മ്യൂസിക്കൽ ഷോ ആണ് കാണുന്നത്. അതും നന്നായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, കളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം 2 കളിയാണ് ഉണ്ടായിരുന്നത്. 2 മണിക്കും പിന്നെ 6:45 അങ്ങനെയാണ് കളികളുടെ സ്കെഡ്യൂൾ. നമ്മൾ TNPL എന്നൊക്കെ, തമിഴ്നാട് പ്രീമിയർ ലീഗ് ഉണ്ടല്ലോ, അതൊരു വളരെ ഫേമസ് ആയ ഒരു T20 ലീഗാണ്. അതുപോലെയുള്ളൊരു ലീഗാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗ് KCAയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അങ്ങനെ ഫസ്റ്റ് ടോസ് നേടി ട്രിവാൻഡ്രത്തിന് ടോസ് കിട്ടിയെങ്കിലും അവർ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ്. അങ്ങനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഓപ്പണേഴ്സ് ഇറങ്ങിയിരിക്കുകയാണ്. ഐക്കോണിക് പ്ലേയേഴ്സായി അവർ ഈ KCL വന്നിരിക്കുന്നത് മുഹമ്മദ് അസറുദ്ദീനാണ്. ആലപ്പി റിപ്പിൾസിന് വേണ്ടിയിട്ട് കേരള രഞ്ജിയൊക്കെ കളിക്കുന്നതാണ്. പിന്നെ റോഹൻ എസ് കുന്നുമ്മൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്, ബേസിൽ തമ്പി നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിച്ച് ഫോർ ദ കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ്. സച്ചിൻ ബേബി ഏരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ ഐക്കോണിക് പ്ലെയറാണ്. വിഷ്ണു വിനോദാണ് തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ. കൂടാതെ അബ്ദുൾ ബാസിദ് ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഐക്കോണിക് പ്ലെയറാണ്. അവിടെ നിങ്ങൾക്കൊരു സ്കോർ ബോർഡിൻ്റെ ഇപ്പുറത്ത് കാണാം, അവിടെയാണ് കമൻട്രി കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ കളി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മുടെ IPL മോഡലുള്ള ഒരു ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം, ഒരു അടിപൊളി ഷോട്ടായിരുന്നു. നല്ല ബോള് ഹ്യൂജ് 6 ആണ് പോയത്. ഫസ്റ്റ് സീസൺ ആയതുകൊണ്ടായിരിക്കണം കളി കാണുന്ന ആളുകൾ കുറവാണ്. എന്നിരുന്നാലും പതിയെ ആളുകൾ വരുമെന്ന് വിചാരിക്കാം. ഈ കളി ലാലേട്ടനും മറ്റും കാണുന്നുണ്ട്. ലാലേട്ടനും പ്രിയദർശനും ഒക്കെ ഉണ്ട് അവിടെ. അവർ VIP പവലിയനിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഫാൻ കോഡാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു ഗുഡ് ഷോട്ടാണ് കണ്ടത്. ഇത് കാണാൻ വേണ്ടി പറ്റും. ടെറസിൽ ഈ 6 ടീംസിൻ്റെ ലോഗോസും പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ലോഗോയും മറ്റും വെച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം റോയൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. കൊടിയും കാര്യങ്ങളും കാണാം. അതേപോലെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ആരാധകരും നിരന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വന്നത് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വാം-അപ്പ് മാച്ച് ഉണ്ടായിരുന്നു, ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ്സ്. പക്ഷേ അന്ന് കളി കാണാൻ വേണ്ടി വന്നെങ്കിലും കളി നടന്നില്ല. കാരണം മഴ കാരണം കളി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വരുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു പുതിയൊരു മൂവ്മെൻ്റാണ്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം. നല്ലൊരു ക്വാളിറ്റി ലീഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു തുടക്കത്തിൻ്റെ ഒരു പോരായ്മകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിലും അത് പിടിച്ച് കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ആ ഒരു സൂപ്പർ ഷോട്ടാണ്, അത് 4 ആണ് പോയിരിക്കുന്നത്. നല്ല പ്ലേയേഴ്സ് ഉണ്ട്. കേരള രഞ്ജി കൂടാതെ
കൂടാതെ തന്നെ പുതിയ പുതിയ താരങ്ങളും മറ്റും വരുന്നുണ്ട്. ഈ കളി തികച്ചും സൗജന്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല സൗകര്യങ്ങളും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ആ 2 സ്ഥലങ്ങൾ പവലിയനോട് ചേർന്നിട്ടുള്ള 2 സെക്ഷൻ നമുക്ക് ഈ പാസ്സുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങൾക്കും നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് കളി ആസ്വദിക്കാനും വേണ്ടി പറ്റും. കമൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഉദ്ഘാടന മത്സരം ആരംഭിച്ചത്. അതായത് KCL സീസൺ 1-ൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 2-ാം തീയതിയും ഫൈനൽ സെപ്റ്റംബർ 18-ാം തീയതിയുമാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ റിസർവ് ഡേയും കൂടെയുണ്ട്. സെപ്റ്റംബർ 19 റിസർവ് ഡേ ഒരു ബാക്കപ്പാക്കി വെച്ചിട്ടുണ്ട്. 17-ാം തീയതി സെമി ഫൈനൽസ് നടക്കും. നിങ്ങൾക്കിതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് കാണുന്നുണ്ടെങ്കിൽ ഫാൻകോഡിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ലൈവ് ടെലികാസ്റ്റ് ആണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് 1-ൽ ലൈവ് ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു IPL അല്ലെങ്കിൽ TNPL ഒക്കെ കാണുന്ന പോലെ തന്നെ നമുക്കിത് ആസ്വദിക്കാൻ വേണ്ടി പറ്റും ലൈവായിട്ട് തന്നെ ഫാൻകോഡിലും പിന്നെ സ്റ്റാർ സ്പോർട്സ് 1-ലും. അതൊരു വിക്കറ്റ് പോയിരിക്കുകയാണ്. വിക്കറ്റ് വീണപ്പോൾ നമുക്ക് IPL-ലും മറ്റും കാണുന്ന പോലെ തന്നെയുള്ള ഒരു ഫയർ വർക്സും കാര്യങ്ങളുമുണ്ട്. അതാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ആരാധകരാണ് അവിടെ ഇരിക്കുന്നത്. 10 ഓവേഴ്സ് കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ട് അവരെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഇനിയപ്പോൾ അങ്ങനെ സെപ്റ്റംബർ 2 മുതൽ 18 വരെ ദിവസം 2 കളികൾ വെച്ചിട്ടാണുള്ളത്. ഇടയ്ക്ക് മഴ പെയ്തു. ഒരു 15 ഓവറായപ്പോൾ മഴ പെയ്തപ്പോൾ ഗ്രൗണ്ടൊക്കെ കവർ ചെയ്യുകയാണ്. എല്ലാവരും മാറി ഉള്ളിലോട്ട് പോയിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഈ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കളി പുനരാരംഭിക്കാൻ വേണ്ടി പറ്റും. മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ തന്നെ വെള്ളമൊക്കെ ട്രെയിൻ ചെയ്ത് ഗ്രൗണ്ട് സ്റ്റാഫ് ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. വളരെ കഠിനാധ്വാനം ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു മഴ മാറി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കളി പുനരാരംഭിച്ചു. ഇനി അവസാനത്തെ 2-3 ഓവറുകളാണ് ബാക്കിയുള്ളത്. ക്യാച്ച് ഔട്ട്, സൂപ്പർ ക്യാച്ച് നേരെ കയ്യിലോട്ട് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്നിങ്സിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 122 റൺസാണെന്ന് തോന്നുന്നു എടുത്തിരിക്കുന്നത്. 120 മറ്റ് റൺസാണ് എടുത്തത്. അവസാനം ബേസിൽ തമ്പി ഒരു 6 4 ഒക്കെ അടിച്ച് റൺസ് കയറ്റി. ബേസിൽ തമ്പിയാണ് ബോൾ ചെയ്യുന്നത്. അതാ സൂപ്പർ ക്യാച്ച്. ബേസിൽ തമ്പിയുടെ സെക്കൻഡ് ഓവറിലാണ് വിക്കറ്റ് വീണിരിക്കുന്നത്. ബേസിൽ തമ്പി നല്ല ഒരു സൂപ്പർ ബോളറാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ല ഫാസ്റ്റും നല്ല പേസും ലൈൻ ലെങ്ത്തിലൊക്കെ ബോൾ ചെയ്യും. ബേസിൽ തമ്പിയാണ് ബോൾ ചെയ്യുന്നത്. ലെഗ് ഗ്ലാൻസ് ആണ് തോന്നുന്നത്. ഈ മാച്ച് അതായത് ട്രിവാൻഡ്രം റോയൽസ് വേഴ്സസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒരു ലോ സ്കോറിംഗ് മാച്ചായിരുന്നു. കൂടാതെ ഇടയ്ക്ക് മഴയൊക്കെ വന്ന് ആകെ ഒരു ഫ്ലോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ ഫസ്റ്റ് മാച്ച് 2:30 ആരംഭിച്ച മറ്റേ ആലപ്പി റിപ്പിൾസും തൃശ്ശൂർ ടൈറ്റൻസാണ് തോന്നുന്നത്. അവരുടെ മാച്ച് നല്ല മാച്ചായിരുന്നു. അത് മറ്റേ അസറുദ്ദീൻ ഒരു 90 റൺസ് എടുത്തിട്ടുണ്ട്. ഇത് KCLൻ്റെ ഫസ്റ്റ് സീസണാണ്. അപ്പോൾ ഇനിയും കളികളുണ്ടാവും. സെക്കൻഡും തേർഡ് സീസണും ഒക്കെ വരും. അപ്പോൾ എന്തായാലും ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വിരുന്ന് തന്നെയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും വന്ന് ക്രിക്കറ്റ് ആസ്വദിക്കാവുന്നതാണ്.